ഇന്നൊരു ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കതും ചിക്കനാട്ടാ മേടിക്കാറ്. ഇന്നിവിടെ പോർക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ പോർക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ ബിരിയാണി റൈസ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പ്ലെയിൻ ആയിട്ടൊരു ബിരിയാണി വെക്കണം. ഇപ്പോൾ തൊട്ട് എല്ലാ വീഡിയോയിലും താരുവിൻ്റെ കറച്ചിലും കൂടി കേൾക്കാം. ആദ്യം തന്നെ ഞാൻ റൈസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് റൈസ് കഴുകിയിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടുണ്ട്. റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളക്കാനായിട്ട് വെക്കാം. അച്ഛൻ്റെ കൂടെ പറമ്പിൽ സഹായിക്കാൻ പോയ ആളാണ്. ഇപ്പോൾ ദേ വന്നിട്ട് ജലക്കൂടെ എത്തി നോക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇറച്ചി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇറച്ചി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം ആകെ തെറിച്ച് പോയിട്ടാണ്. അപ്പോൾ കുഞ്ഞു അത് ചേട്ടനോട് പറയാനായിട്ട് പോയിരിക്കുന്നു. അവനെന്തോ വലിയ തമാശ പോലെ തോന്നിയത്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി കുറച്ച് ഇട്ട് കൊടുത്തു. പാകത്തിനുള്ള വേവാകുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുക്കറിൽ അരി വെച്ചപ്പോൾ വേവ് ഇത്തിരി കൂടിപ്പോയി. അത് കാരണമാണ് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത്. ഞാനിത് വേവ് അധികം കൂടാതെ തന്നെ കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. റൈസ് നമുക്ക് മുഴുവനായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. പിന്നെ ഒരു ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കറിയായിട്ട് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ തോല് കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഇറച്ചിയിലത്തെ നെയ്യൊക്കെ ഊറ്റി കളയണം. നെയ്യൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ട് വാട്ടിയെടുക്കാം. ഗ്യാസ് ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം നന്നായി ഇളക്കിയെടുക്കാം. പൊടികളെല്ലാം പാകമായിട്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടിയിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന വരെ തന്നെ നമുക്ക് ഇളക്കാം. കുറച്ച് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ടി ചേർത്ത് കൊടുക്കട്ടോ. ഇറച്ചി ഇങ്ങനെ ഒരു വിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കൂടി കാച്ചി. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോറായി വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇവൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പോകാത്ത ആളാണ്. വീഡിയോ എടുക്കുന്ന കാരണം ഈ ഭാഗത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ ഞാൻ കുറച്ച് സലാസും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി വേഗം ഫുഡൊക്കെ വിളമ്പട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.